ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ സ്റ്റുഡൻറ്റ് വാസ് സപ്പോസ് ടു മൾട്ടിപ്ലൈ എ പോസിറ്റീവ് റിയൽ നമ്പർ p with another positive real number q. But instead, the student divided p by q. If the percentage of error in the student's answer is 80%, the value of q is. So, positive real numbers p and q ആണ്. Percentage error in സ്റ്റുഡൻറ്റിൻ്റെ ആൻസറിൽ percentage error വന്നിട്ടുള്ളത് 80% ആണ്. ആക്ച്വൽ ആൻസർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് പി ക്യു ആണ്. ആൻഡ് റോങ് ആൻസർ ഓഫ് സ്റ്റുഡൻറ്റ് പി ബൈ ക്യു. അതായത് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് പി ക്യു ആയിരുന്നു, പക്ഷെ ചെയ്തത് പി ബൈ ക്യു ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആൻസർ മൈനസ് റോങ് ആൻസർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ആൻസർ ഇൻറ്റു 100 ആണ്. സോ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് ആക്ച്വൽ ആൻസർ മൈനസ് റോങ് ആൻസർ ബൈ ആക്ച്വൽ ആൻസർ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ക്യു പറയുന്നത് ആക്ച്വൽ ആൻസർ ആണ്, പി ബൈ ക്യു റോങ് ആൻസർ ആണ്, ബൈ പി ക്യു ആക്ച്വൽ ആൻസർ ഇൻറ്റു 100 ചെയ്യുക. ക്യു ഇതിൽ കോമൺ ആയിട്ട് പുറത്തെടുത്തും പി മൈനസ് പി ബൈ ക്യു സ്ക്വയർ ബൈ പി ക്യു ചെയ്യാം, ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം പി കോമൺ ഉള്ളതൊക്കെ വെട്ടി ക്യാൻസൽ ചെയ്യുമ്പോൾ പിയും കൂടെ പുറത്തെടുത്തു, പി ക്യു പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് 1 മൈനസ് 1 ബൈ ക്യു സ്ക്വയർ ബൈ പി ക്യു ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1 മൈനസ് 1 ബൈ ക്യു സ്ക്വയർ ഇൻറ്റു 100 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇനി അക്കോർഡിംഗ് ടു ആൻസർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാം പെർസെൻറ്റേജ് എറർ ഓഫ് സ്റ്റുഡൻറ്റ് 80% ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 80 ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ക്യു സ്ക്വയർ. ഇവിടെ എന്താ സംഭവിച്ചാലോ ഈ പി ക്യൂവും ക്യാൻസൽ ചെയ്തപ്പോഴാണ് 1 മൈനസ് 1 ബൈ ക്യൂ സ്ക്വയർ ഇൻറ്റു 100 വന്നത്. ഇനി ഇതിനെ നമ്മൾ 80 സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് 80 ആണ്. അതും 1 മൈനസ് 1 ബൈ ക്യൂ സ്ക്വയർ ഇൻറ്റു 100നെയും ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് ക്യൂ കിട്ടും. ക്യൂ എത്രയാണ്? √5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. എങ്ങനെയാണ് മനസ്സിലായില്ലേ? ആദ്യം കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസറും പിന്നെ റോങ് ആൻസറും ഏതാന്ന് നോക്കാം. എന്നിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ മൈനസ് റോങ് ആൻസർ ബൈ കറക്റ്റ് ആൻസർ ഇൻറ്റു 100 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചപ്പോൾ സ്റ്റുഡൻറ്റിന് 80 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ക്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി രണ്ടും കൂടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ടെസ്റ്റ് the blank are numbered 1 to 4. Select the best match for all the blanks. Yoko Roy stands dash as an author for standing dash as an honorary the fellow after she stood dash her writings that stands dash freedom of speech. ഇതിൽ ആൻസർ വരുന്നത് യോക്കോ റോയ് സ്റ്റാൻഡ് ഔട്ട് ആണ്, ഡൗൺ അല്ല, സ്റ്റാൻഡ് ഔട്ട് ആസ് എൻ ഓതർ ഫോർ സ്റ്റാൻഡിങ് ഡൗൺ ആസ് എൻ ഹോണററി ദ ഫെല്ലോ ആഫ്റ്റർ ഷീ സ്റ്റുഡ് ബൈ ഹർ റൈറ്റിംഗ്സ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം ഓഫ് സ്പീച്ച്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നതായിരിക്കും. സോ താങ്ക് യു.